ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ വിശ്വാസികളെയും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ കടമ എന്താണ് എന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആഴമുള്ള വിശ്വാസമുള്ളവൻ അഥവാ ഉള്ളവളായിരിക്കണം. ആഴമുള്ള വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണം. ദൈവസാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ ദർശനം ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ ദർശനം ഉണ്ടാകണമെങ്കിൽ പ്രത്യാശയുള്ള ജീവിതം ഉണ്ടായിരിക്കണം. പ്രത്യാശയുള്ള ജീവിതം നയിക്കണമെങ്കിൽ നാം കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് ചുമക്കണം. കുരിശ് വരയ്ക്കുന്നതിനും കുരിശ് ധരിക്കുന്നതിനും കുരിശ് വഹിക്കുന്നതിനും നാം ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കണമെങ്കിൽ നാം ഒരിക്കലും ആകുലപ്പെടാതെ പ്രാർത്ഥന എന്താണ് എന്ന് അറിയണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയണം. തിരുവചനം എന്താണ് എന്ന് അറിയണം. ഒരു വിശ്വാസി വചനത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയണം. വിശ്വസിക്കുന്നവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തൻ്റെ പ്രാർത്ഥനകളെ ഏറ്റുപറഞ്ഞ് പിന്നീട് അതേ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പാപങ്ങളെ ഓർത്ത് അത് ഏറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കണം. തന്നെത്താൻ ദൈവത്തിൽ സമർപ്പിക്കണം. ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിക്ക് ഏറ്റവും ആദ്യമായി മനസ്സിലാക്കേണ്ടത് ദൈവം ആരാകുന്നുവെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരെ പോലെ, പരിശുദ്ധന്മാരെ പോലെ, ശുദ്ധിമതികളെ പോലെ പ്രകാശിതരായി ഒരു വിളക്കുമരം പോലെ ശബ്ദമുണ്ടാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിച്ചു കൊണ്ടിരിക്കണം. ജീവനുള്ള യേശു മനുഷ്യനായി ജനിച്ച് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിയതിന് ശേഷം നമ്മുടെ പാപങ്ങളെ ഏറ്റുവാങ്ങി ക്രൂശിൽ മരിച്ച ഉദ്ധിതനായ നമ്മുടെ കർത്താവ്, അവനെയാണ് നാം സേവിക്കുന്നത്. യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എങ്കിൽ എത്രയോ മഹത്വമുള്ള കാര്യമാണ് നാം ചെയ്യുന്നത്. നമുക്ക് ആ സർവശക്തൻ്റെ വാക്കുകളെ ഒന്ന് നോക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ്. നമ്മളിൽ എത്ര പേർ അത് ശരിക്കും ശ്രവിച്ച് അതിന് പ്രകാരം ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 84-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഫോർട്ടിന എന്ന പേരുള്ള സമരിയ സ്ത്രീയോട് യേശു പറഞ്ഞ വാക്കുകൾ ആണ് ഇത്. നമുക്ക് ആ വചനങ്ങൾ എത്രമാത്രം മനസ്സിലായി എന്ന് ചിന്തിച്ച് നമുക്ക് അവങ്കിലേക്ക് അടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ യേശു മാത്രം മതി എനിക്ക് ഏത് നേരത്തും എന്ന തീരുമാനത്തോടുകൂടി നാം ഇന്ന് ഈ വചനം കേട്ടതിന് ശേഷം ജീവിക്കുവാൻ ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യോഹന്നാൻ ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 20-21 വാക്യത്തിൽ പ്രകാരം പറയുന്നു: പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചിലർ യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്ത് സൈതക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. നമ്മളിൽ എത്ര പേരുണ്ട് നമ്മുടെ കർത്താവായ രക്ഷിതാവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് നാം നമ്മുടെ പിതാക്കന്മാരുടെയും അല്ലെങ്കിൽ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ യാചിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ് ഒരു ആയുസ്സുണ്ട്. ആ സമയത്തിന് മുമ്പ്, ആയുസ് തീരുന്നതിന് മുമ്പ് നാം യേശുവിനെ കാണണം. അതിനായി നാം തയ്യാറുണ്ടോ? അതിനായി തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ സഫലമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു വിശ്വാസിയുടെ കടമ എന്താണെന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിനായി നാം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തണം, അവനോട് അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം, വിശ്വാസമർപ്പിക്കണം. അതിനായി നമുക്ക് ഒരു പാട്ട് പാടാം. നമ്മുടെ പ്രാർത്ഥനയിൽ നാം നമ്മുടെ പെൻഡിങ് കേസുകൾ എടുത്ത് വയ്ക്കും. യഥാർത്ഥ പ്രാർത്ഥന അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
വിശ്വാസമുണ്ടെങ്കിൽ നാം എപ്പോഴും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കണം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. യഥാർത്ഥ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ എപ്പോഴും അവൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവൻ പാടിക്കൊണ്ടിരിക്കേണ്ടതായ ഒരു പാട്ടുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാരുണ്യവാനായ ദൈവം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്നും അടിമവേലയിൽ നിന്നും രക്ഷിച്ച് കനാൻ ദേശത്ത് പാർപ്പിക്കാനായി പുറപ്പെടുവിച്ചു. എന്നാൽ എപ്പോഴൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ പുറപ്പെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോശുവ എഴുതിയ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. യോശുവ ആ അവസരത്തിൽ ഇസ്രായേൽ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചതാണിത്. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോക ജീവിതം സഫലമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം മാത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാലാഖമാർക്ക് ഊർജം ലഭിക്കുന്നത് ദൈവ സാന്നിധ്യം കൊണ്ടാണ്. അതുപോലെ നമുക്ക് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഊർജം ലഭിക്കുകയുള്ളൂ. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ പ്രാർത്ഥനാ നിരതരായി ജീവിക്കുന്നവരായിരിക്കണം. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. നാം ശുദ്ധിയുള്ളവരായാൽ ഹാഗാറിൻ്റെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ ദൈവം നമ്മോടും ദയ കാണിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ കാരുണ്യവാനായ കർത്താവ് വച്ചിരിക്കുന്നു. നമുക്ക് ഏതാണ് വേണ്ടത് എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ഇത് മോശ ഇസ്രായേൽ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞതാണ്. ഇന്നത്തെ പരിസ്ഥിതി നമ്മോട് പറയുന്നതാണിത്. ആലോചിക്കുക, നമുക്ക് എന്താണ് വേണ്ടത്? അനുഗ്രഹമാണോ അതോ ശാപമാണോ എന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ജീവനും മരണവും രണ്ടായി തിരിക്കാം. ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം. ആ തീരുമാനത്തിന് വേണ്ടിയിട്ട് സദൃശവാക്യങ്ങൾ 18-21 നോക്കുക. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്നുള്ളത് നാം കൃത്യമാക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യണം. ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് യാക്കോബ് ശ്ലീഹ പൊതുവിനെഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. യാക്കോബ് ശ്ലീഹയുടെ പൊതുവിനെഴുതിയ ലേഖനം 1-ാം അധ്യായം 26 ഇപ്രകാരം പറയുന്നു. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിനെ ഇടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ആയതിനാൽ നാം സംസാരത്തിൽ സൂക്ഷിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പത്രോസ് ശ്ലീഹ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നാളത്തെ പ്രഭാത വചനത്തിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.